OOPS, Object Oriented Programming. It gives more importance to data. ഫങ്ഷൻസിനേക്കാളും ഡാറ്റയ്ക്ക് ഇമ്പോർട്ടൻസ് ആണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ പ്രത്യേകത. ഇറ്റ് ഈസ് ഫോക്കസ് ഓൺ റിയൽ ലൈഫ് തിങ്സ്. മെയിൻലി റിയൽ ലൈഫ് തിങ്സിനെയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിളായിട്ട് നമുക്കറിയാവുന്ന ലാംഗ്വേജസ് ആണ് C++, ജാവ, C#, എക്സെട്ര. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിം. Object oriented paradigm eliminate the problems in the procedural paradigm by clubbing data and function that operate on the data into a single unit. അതായത് നമ്മുടെ ഒരു പ്രോഗ്രാമിൽ ആവശ്യമായിട്ടുള്ള ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ കേസിലാണെങ്കിൽ രജിസ്റ്റർ നമ്പർ ഉണ്ടാവും, മാർക്ക് ഉണ്ടായിരിക്കും, ഫീസ് ഉണ്ടായിരിക്കും, നെയിം ഉണ്ടായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ഡാറ്റകൾ. ഇനി അതിനെല്ലാം കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാനുള്ള ഒരു ഫംഗ്ഷൻ എഴുതി, സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേറൊരു ഫംഗ്ഷൻ എഴുതി, അപ്ഡേറ്റ് ഫീസ് എന്ന് പറഞ്ഞ് മറ്റൊരു ഫംഗ്ഷൻ എഴുതി വിചാരിക്കുക. ഇത്തരം കാര്യങ്ങളെ എല്ലാം കൂടെ നമ്മളൊരു ഫംഗ്ഷൻ്റെ സെറ്റും ആക്കി വെച്ചു. ഇങ്ങനെ നമ്മൾ ഡാറ്റയും ഫംഗ്ഷനെയും ക്ലബ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് അതിനെ കൺസിഡർ ചെയ്യുക. ഈ സിംഗിൾ യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ഒന്നും കൂടെ വിശദീകരിച്ച് നോക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് OOPS. എന്താണ് നമ്മൾ ഈ പ്രൊസീജിയർ കൺസെപ്റ്റിൽ നിന്നും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റിലേക്ക് വരാനുള്ള റീസൺ? അതിൽ ഓരോ പോയിൻറ്റ്സ് ആയിട്ട് നമുക്ക് ഒന്ന് ഓടിച്ചു നോക്കാം. OOPS പ്രൊവൈഡ് എ ക്ലിയർ മോഡുലാർ സ്ട്രക്ചർ ഫോർ പ്രോഗ്രാംസ്. ഒരു ക്ലിയർ മോഡുലാർ സ്ട്രക്ചറാണ് നൽകുന്നത്. അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ അകത്ത് നമ്മളറിയാം ഡാറ്റ വേറെ, ഫങ്ഷൻസ് വേറെയാക്കി നമ്മൾ ആ ഡാറ്റയ്ക്ക് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്തുകൊണ്ടാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് സ്ട്രക്ചർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇറ്റ് ഈസ് ഗുഡ് ഫോർ ഡിഫൈനിങ് അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്സ്. അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് OOPS എന്ന് പറയുന്നതിൽ. പിന്നെ ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസ് ആർ ഹിഡൻ ഫ്രം അതർ മോഡ്യൂൾസ്. മറ്റ് മോഡ്യൂൾസിൽ നിന്നും ഇത് ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസൊക്കെ ഹിഡൻ ചെയ്ത് വെക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഡാറ്റയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത്. കാരണം നമ്മൾ പ്രൊസീജിയർ പ്രോഗ്രാമിൻ്റെ ഒരു പ്രയാസം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്തായിരുന്നു? ഗ്ലോബലായിട്ട് ഡിക്ലറേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന ആ ഡാറ്റയെ പലതരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റിൽ ആ ഡാറ്റയെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ അത് മറ്റു മോഡ്യൂളുകളൊക്കെ ആക്സസ് ചെയ്യുന്നതിലൊക്കെ ഒരു പരിമിതിയുണ്ട്. അല്ലെങ്കിൽ പുതിയ അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്സുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതും നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ഈസിലി ടു മെയിൻറ്റെയിൻ ആൻഡ് മോഡിഫൈ ദ എക്സിസ്റ്റിംഗ് കോഡ് ആസ് ന്യൂ ഒബ്ജക്റ്റ് ക്യാൻ ബി ക്രിയേറ്റഡ് വിത്തൗട്ട് ഡിസ്റ്റർബിങ് ദ എക്സിസ്റ്റിംഗ് വൺസ്. അതാണ് മറ്റൊരു കാര്യം. ഒരു പ്രോഗ്രാമിൻ്റെ അകത്ത് നമ്മളൊരു മോഡിഫിക്കേഷൻസ് വരുത്തുകയാണെങ്കിൽ അത് എല്ലാ കോഡിനെയും ബാധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വരുന്ന മാറ്റങ്ങൾ എവിടെയാണോ ചെയ്യുന്നത് അവിടെ മാത്രം, എക്സിസ്റ്റിംഗ് കോഡിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡിൻ്റെ ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജസ് ആണത്. ഇറ്റ് ക്യാൻ ബി യൂസ് ടു ഇംപ്ലിമെൻറ്റ് റിയൽ ലൈഫുമായിട്ട് ഇത് നല്ലോണം നമുക്ക് കണക്ട് ചെയ്ത് പറയാൻ പറ്റും. അതായത് പല കാര്യങ്ങൾ നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്ന ബേസിക് കൺസെപ്റ്റ്സിൻ്റെ അകത്തുണ്ട്. അതിലുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ പറയുമ്പോൾ നമ്മൾ റിയൽ ലൈഫ് എക്സാമ്പിൾസ് വെച്ചിട്ടാണ് അത് നമുക്ക് താരതമ്യ പഠനം നടത്താൻ പോകുന്നത്. അപ്പോൾ നമുക്കത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് അത് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കിയെടുക്കാം. ഇറ്റ് ക്യാൻ ഡിഫൈൻ ന്യൂ ഡാറ്റ ടൈപ്പ് ആസ് വെൽ ആസ് ന്യൂ ഓപ്പറേഷൻസ് ഫോർ ഓപ്പറേറ്റേഴ്സ്. ഇത് നമുക്ക് നേരത്തെ പറഞ്ഞ അതേ ഇത് തന്നെയാണ്. ന്യൂ ഡാറ്റ ടൈപ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിനും ആസ് വെൽ ആസ് ന്യൂ ഓപ്പറേഷൻസ് ഫോർ ഓപ്പറേറ്റേഴ്സിനും ഒക്കെ ഡിഫൈൻ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അഡ്വാൻറ്റേജസ് ഓഫ് OOPS ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയും ഒരു പ്രൊസീജിയർ കൺസെപ്റ്റിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഡാറ്റയ്ക്ക് ഇമ്പോർട്ടൻസ് കൂടുതലാണ്, അല്ലെങ്കിൽ അത് പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ള കാര്യമാണ്. അതാണ് മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് OOPS. ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് OOPS. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ പോകുന്നൊരു കാര്യമാണ് OOPSൻ്റെ ബേസിക് കൺസെപ്റ്റ്സുകൾ ഏതെല്ലാം എന്ന് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നുണ്ട്. ഓരോന്നും ഒന്ന് ആദ്യം പറഞ്ഞു പോവാം, എന്നതിന് ശേഷം ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒബ്ജക്റ്റ്, ക്ലാസ്, ഡാറ്റ അബ്സ്ട്രാക്ഷൻ, ഡാറ്റ എൻക്യാപ്സുലേഷൻ, മോഡുലാരിറ്റി, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം. ഇതെല്ലാം വേർഡുകളിൽ കേൾക്കുമ്പോൾ ഒരു പ്രയാസം അനുഭവപ്പെടുന്നുണ്ടെങ്കിലും നമ്മൾ പഠിച്ചു വരുമ്പോൾ റിയൽ ലൈഫ് ഇതുമായിട്ട് എക്സാമ്പിളായിട്ട് താരതമ്യം തെറ്റി ഒരു പഠനം നടത്തുമ്പോൾ ഇതെല്ലാം തന്നെ എളുപ്പമുള്ളൊരു കാര്യമാണ്. നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒബ്ജക്റ്റ് എന്താണെന്നുള്ള ഒരു സൂചന നമുക്കിപ്പോൾ മുന്നിലത്തെ ഒരു ടോപ്പിക്കിൽ നിന്ന് മനസ്സിലായതാണ്. അപ്പോൾ ബാക്കി ഇനിയും ഒബ്ജക്റ്റ് എന്താണെന്ന് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് നോക്കാം. ഒബ്ജക്ട്സ്. അടുത്തതായിട്ട് ഒബ്ജക്റ്റ് എന്താണെന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും നമ്മുടെ റിയൽ ലൈഫിലുള്ള എല്ലാ കാര്യത്തിനെയും നമുക്ക് ഒബ്ജക്റ്റുമായിട്ട് താരതമ്യം ചെയ്ത് പറയാം. എനിത്തിങ് ദാറ്റ് വി ക്യാൻ സീ അറൗണ്ട് അസ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് എൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റ് ആയിട്ട് പറയാം. അപ്പോൾ അതെങ്ങനെയാണ് പറയുന്നത് നോക്കാം. നമുക്കൊരു
മെയിനായിട്ട് ഒരു ഫങ്ഷൻ ചെയ്യണമെന്ന് വിചാരിക്കുക. അതായത് നമ്മളൊരു ഡാറ്റ കളക്ഷനാണെന്ന് കരുതുക. ഡാറ്റ കളക്ഷൻസിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു സർവേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. പോപ്പുലേഷൻ അറിയാൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യും. ഈ കിട്ടുന്ന ഡാറ്റകളെ പ്രോസസ്സ് ചെയ്ത് കഴിയാൻ വേണ്ടി നമ്മൾ ഒരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഡാറ്റ എന്ന് പറയുന്നത് നെയിമാവാം, ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന ആൾക്കാരുടെ എന്തെങ്കിലും ആധാർ നമ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഐഡൻറ്റിറ്റിയും കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ടാവും അല്ലേ. ആ കളക്ട് ചെയ്ത സാധനങ്ങളെ നമ്മൾ എന്ത് ചെയ്യും? അത് ഒരു ഫങ്ഷനായിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾ ആവശ്യമുള്ള റിസൾട്ടിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ അകത്ത് നമുക്ക് പറയാം ഡാറ്റ എന്ന് പറയുന്നത് ആ ഒരു മെയിൻ ഒരു ക്ലാസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൻ്റെ അകത്തുനിന്ന് നമുക്ക് വേണ്ട ഡാറ്റകളെ പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾ ഒരു ഫങ്ഷനാക്കി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പ്രോസസ്സ് ചെയ്താൻ വേണ്ടി നമ്മളൊരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഓൾ ദീസ് ഒബ്ജക്ട്സ് ഹാവ് എ പ്രോപ്പർട്ടി. എല്ലാ ഒബ്ജക്ട്സിനും ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും ഒരു ബിഹേവിയർ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ പറയുന്ന പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ ഡാറ്റ എന്ന് പറയുന്നത്. അതിനകത്ത് നടത്തുന്ന ബിഹേവിയറിനെയാണ് നമ്മൾ ഫങ്ഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇൻ OOPS, ഒബ്ജക്റ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ കമ്പൈനിങ് ഡാറ്റ ആൻഡ് ഫങ്ഷൻസ് ആക്ടിങ് അപ്പോൺ ദാറ്റ് ഡാറ്റ ഇൻ ടു എ സിംഗിൾ യൂണിറ്റ്. അതായത് നമ്മൾ ഈ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ പറഞ്ഞ സർവേയുടെ കാര്യം തന്നെ എടുക്കുക. അതിൽ ഡാറ്റകളെ കമ്പൈൻ ചെയ്യാൻ വേണ്ടി, ഡാറ്റകളെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി നമ്മളൊരു ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഈ ഡാറ്റയുടെ മുകളിൽ ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു കാര്യത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. After combining these, the functions inside an object are called member function and data is called members. അപ്പോൾ ഇങ്ങനെ നമ്മൾ കളക്ട് ചെയ്ത കാര്യങ്ങൾ ഒബ്ജക്റ്റ് എന്ന് കംപ്ലീറ്റ് ആയിട്ട് പറയാം. ഒരു ഡാറ്റകൾ ഉണ്ടാവും, അതിൻ്റെ കൂടെ തന്നെ ഫങ്ഷൻസും ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ആ ഒബ്ജക്റ്റിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാമായിട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ ഫങ്ഷൻസ് എഴുതുന്നതിനെ നമ്മൾ മെമ്പർ ഫങ്ഷൻസ് എന്നും ഡാറ്റയെ മെമ്പേഴ്സ് എന്നും വിളിക്കും. ഇവിടെ കുറേ എക്സാമ്പിളാണ് കാണിച്ചിരിക്കുന്നത്. സ്റ്റുഡൻറ്റ്, റേഡിയോ, ഡോഗ്, ബൈക്ക്, കാർ, ക്ലോക്ക്, സ്റ്റാക്ക്, അറേ, വിൻഡോ. ഇതെല്ലാം തന്നെ റിയൽ വേൾഡ് ഒബ്ജക്ട്സ് എന്ന് വിളിക്കാം. അതിൻ്റെ അകത്ത് നമ്മൾ എഴുതിയിട്ടുണ്ട്, ഓരോന്നിൻ്റെ അകത്ത് നമ്മൾ അതിൻ്റെ ഓരോന്നിൻ്റെയും സ്റ്റേറ്റ് എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടി എന്താണെന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ബിഹേവിയർ കാണിക്കാൻ വേണ്ടി താഴെ നമ്മളതിൻ്റെ മെത്തേഡ്സുകൾ, നമ്മളതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, രജിസ്റ്റർ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റേഴ്സ്, അതുപോലെ പിന്നെ മാർക്കുകൾ ഉപയോഗിച്ച് മാർക്കിൻ്റെ ഒരു സെറ്റ്, അല്ലെ ഹൈറ്റും വെയ്റ്റും കാണിക്കുന്നത് ആ സ്റ്റുഡൻസിൻ്റെ അത്രയും കാര്യങ്ങൾ. അങ്ങനെ എല്ലാ നമ്മുടെ ഒരു ഫങ്ഷൻ എന്താണോ നമ്മൾ എൻഡ് റിസൾട്ട് വേണ്ടത് അതിനെ സംബന്ധിക്കുന്ന ഫങ്ഷൻസ്. അപ്പോൾ അത് രണ്ടും കൂടിയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റിയൽ ലൈഫിൽ എക്സാമ്പിൾസ് അതിനൊരു നമുക്കിവിടെ കാണിച്ചു തന്നേ ഉള്ളൂ. ഈ ഒരു ഇതിലൂടെ നമ്മൾ കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അടുത്തതായിട്ട് ക്ലാസ്സസ്. എന്താണ് ക്ലാസ്? ക്ലാസ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു എക്സാമ്പിളിലേക്ക് പോവാം. ഇപ്പോൾ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണെന്ന് കൺസിഡർ ചെയ്യാം. അതിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് ഉണ്ട് അല്ലേ. ആപ്പിൾ ഉണ്ട്, ബനാന ഉണ്ട്, മാംഗോ ഉണ്ട്, മറ്റ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സുകൾ. അപ്പോൾ ഈ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സുകളെ നമുക്ക് എന്ത് പറയാം? ഒബ്ജക്ട്സ് എന്ന് പറയാം. ഇപ്പോൾ ആപ്പിൾ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ്, ബനാന എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ്. അപ്പോൾ ഫ്രൂട്ട്സാണ് അതിൻ്റെ മെയിൻ ക്ലാസ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്തുള്ള വകഭേദങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ള ആപ്പിൾ, ബനാന, മറ്റു കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് ഇവിടെ നിന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഒരു ഒബ്ജക്റ്റ് ഈസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് ക്ലാസ് എന്ന് പറയാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൾ ദ ഫീച്ചേഴ്സ് ഓഫ് എ ക്ലാസ്. ക്ലാസിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ആർക്കുണ്ടായിരിക്കും? ഈ പറയുന്ന ഓരോ ഒബ്ജക്റ്റിനും ഉണ്ടായിരിക്കും. ആപ്പിളിന് ഫ്രൂട്ട്സ് ആണ് അല്ലേ. ഫ്രൂട്ട്സ് എന്ന് പറയുന്നതിൻ്റെ എല്ലാ ക്വാളിറ്റിയും അതിനുണ്ട്. ബനാന ഒരു ഫ്രൂട്ട്സ് ആണ്, പക്ഷേ അതിനെല്ലാ ക്വാളിറ്റിയും ആ ഫ്രൂട്ട്സ് എന്ന് പറയുന്നതിൻ്റെ ഉണ്ട്. അപ്പോൾ ഒബ്ജക്റ്റ്, ക്ലാസ്, ഈ പറഞ്ഞ കാര്യത്തെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു എക്സാമ്പിളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. എ ക്ലാസ് ഈസ് എ പ്രോട്ടോടൈപ്പ് ഓർ ബ്ലൂ പ്രിൻറ്റ് ദാറ്റ് ഡിഫൈൻ ദ സ്പെസിഫിക്കേഷൻ കോമൺ ടു ഓൾ ഒബ്ജക്റ്റ് ഓഫ് എ പെർട്ടിക്കുലർ ടൈപ്പ്. അപ്പോൾ ഇതിൽ നിന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിൻ്റെ അകത്ത് എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഡാറ്റയും ഫങ്ഷൻസും അല്ലേ, അതിൻ്റെ ഒരു ബ്ലൂ പ്രിൻറ്റ്, അതായത് ഒരു വിശദീകരണമാണ് നമ്മൾ എന്ത് പറയുന്നത് ഈ ക്ലാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് സ്പെസിഫിക്കേഷൻ കണ്ടെയ്ൻ ദ ഡീറ്റെയിൽസ് ഓഫ് ഡാറ്റ ആൻഡ് ഫങ്ഷൻ ദാറ്റ് ആക്ട് അപ്പോൺ ദ ഡാറ്റ. ഡാറ്റ ഉണ്ടാവും, ഫങ്ഷൻ ഉണ്ടാവും. ആ ഫങ്ഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഡാറ്റയുടെ മുകളിൽ ഫങ്ഷൻ ചെയ്യാനുള്ള കാര്യങ്ങളാണ്. Object of a class are called individual instance of a class. Any number of object can be created based on a class. ഒരു ക്ലാസ്സിനെ ബേസ് ചെയ്ത് നമുക്ക് എത്ര ഒബ്ജക്റ്റ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം.
ഒരു ഒബ്ജക്റ്റിനുള്ള, അതായത് നമ്മളിപ്പോൾ പറഞ്ഞു ഒരു ക്ലാസ്സിൻ്റെ ബ്ലൂ പ്രിൻ്റാണ് ഒബ്ജക്റ്റുകളുടെ, ക്ലാസ് ഇസ് എ ബ്ലൂ പ്രിൻ്റ് ഓഫ് എൻ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ക്ലാസ്സിന് നമുക്ക് ഒരു പറയണമെങ്കിൽ ഇറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ദ സെറ്റ് ഓഫ് പ്രോപ്പർട്ടീസ് ഓർ മെത്തേഡ് ദാറ്റ് ആർ കോമൺ ടു ഓൾ ഒബ്ജക്ട്സ്. എല്ലാ ഒബ്ജക്റ്റുകൾക്കുള്ള ഒരു കോമൺ ആയിട്ടുള്ള മെത്തേഡ്സ് ആൻഡ് പ്രോപ്പർട്ടീസ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണ് ആര് ചെയ്യുന്നത്, ഈ ക്ലാസ് എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു ക്ലാസ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് വെച്ച് എങ്ങനെയാണ് പ്രോഗ്രാം എഴുതുന്നതെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഒരു ചെറിയൊരു എക്സാമ്പിളിലൂടെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഒബ്ജക്റ്റ് ക്ലാസ് എന്നുള്ള കൺസെപ്റ്റിനെ ഒന്ന് പറയാൻ ഇവിടെ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ക്ലാസ് എഴുതുമ്പോൾ ഏറ്റവും ആദ്യം വേണ്ട ക്ലാസ് എന്നുള്ള കീവേഡ് ഉപയോഗിക്കുക, എന്നിട്ട് ക്ലാസ് നെയിം കൊടുക്കുക, ക്ലാസ്സിനൊരു പേര് കൊടുക്കുക. എന്നതിന് ശേഷം നമുക്ക് പ്രൈവറ്റ് പബ്ലിക് 2 സെക്ഷനായിട്ട് അവിടെ കാണിച്ചിരിക്കുന്നുണ്ട്. ഒരെണ്ണം കൂടിയുണ്ട് പ്രൊട്ടക്റ്റഡ്, 3 സെക്ഷൻ ശരിക്കും ആസ് എ സ്പെസിഫയേഴ്സ് ആയിട്ട് 3 എണ്ണം ഉള്ളത്, പ്രൈവറ്റ്, പബ്ലിക് ആൻഡ് പ്രൊട്ടക്റ്റഡ്. പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ 2 എണ്ണമാണ് കാണിച്ചിരിക്കുന്നത്, പ്രൈവറ്റ് ആൻഡ് പബ്ലിക്. ഈ പ്രൈവറ്റിൻ്റെ അകത്താണ് എപ്പോഴും ഡാറ്റ എഴുതുക, കാരണം ഡാറ്റ സെക്യൂർ ആയിരിക്കണം. പ്രൈവറ്റ് എന്താണെന്ന് നമുക്ക് പഠിക്കാം, അപ്പോൾ ഒന്നുകൂടെ ക്ലിയറായി പറയാം. എന്തായാലും ഡാറ്റ അവിടെ പ്രൈവറ്റിലാണ് നമ്മൾ ഡിക്ലറേഷനും കാര്യങ്ങളും ഡാറ്റയെ ചെയ്യുന്നത്. ഇനി പബ്ലിക് എന്ന് പറയുന്നതിൽ അവിടെയാണ് നമ്മൾ ഫങ്ഷൻസ് എഴുതാൻ പോകുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ഇവിടെ ഇപ്പുറത്ത് കാണിച്ചിരിക്കുന്നുണ്ട്. ക്യൂബ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പ്രൈവറ്റായിട്ട് ഹൈറ്റും കളേഴ്സും എടുത്തിട്ടുണ്ട്. പബ്ലിക്കിൻ്റെ അകത്ത് ഒരു ഫങ്ഷൻ എഴുതിയിട്ട് ഹൈറ്റ് എൻ്റർ ചെയ്യാനും കളർ എൻ്റർ ചെയ്യാനും പറഞ്ഞ് ജസ്റ്റ് ഒരു നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമായിട്ടൊരു ഫങ്ഷൻ അവിടെ എഴുതിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ മറ്റൊരു എക്സാമ്പിളാണ് കാണിച്ചിരിക്കുന്നത്. ക്ലാസ് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിൽ റോൾ നമ്പർ കൊടുത്തിട്ടുണ്ട്, നെയിം കൊടുത്തിട്ടുണ്ട്. താഴെ പബ്ലിക്കിൻ്റെ അകത്ത് നമ്മളൊരു 2 ഫങ്ഷൻസാണ്, ഒന്ന് റീഡ് ചെയ്യാനും ഒന്ന് പ്രിൻറ്റ് ചെയ്യാനും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുത്തു എന്ന് മാത്രം, റീഡ് ചെയ്യാനും പ്രിൻറ്റ് ചെയ്യാനും. എന്നിട്ട് ആ ഫങ്ഷൻസ് റീഡ് ചെയ്യുന്ന ഫംഗ്ഷനും പ്രിൻറ്റ് ചെയ്യുന്ന ഫംഗ്ഷനൊക്കെ നമുക്ക് അവിടെ എഴുതാം. അപ്പോൾ നമുക്ക് അതൊന്നും അതിലേക്കൊന്നും പോകേണ്ട, ഫംഗ്ഷൻ എഴുതാനൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഈ ഒബ്ജക്റ്റ് എന്ന കൺസെപ്റ്റും ക്ലാസ് എന്നുള്ള ഒരു കൺസെപ്റ്റും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു കാര്യം ക്ലാസ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തു. ഇനി എങ്ങനെയാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക? അപ്പോൾ ക്ലാസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സെമിക്കോളൻ ഇട്ടിട്ട് ബ്രാക്കറ്റ് ഇട്ട് സെമിക്കോളനും അവിടെ ഇട്ട് ക്ലാസ് ക്ലോസ് ചെയ്യും. ഇനി അവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഈ സൈഡിലായിട്ട് സ്റ്റുഡൻറ്റ് എഴുതിയിട്ടുണ്ട്. ഇത് നമുക്ക് താഴെയാണ്, ഞാൻ ഈ ഒരു ഇതിൽ വലിപ്പത്തിൻ്റെ പ്രയാസമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ സൈഡിലായിട്ട് മാറ്റി എഴുതിയതാണ്, താഴോട്ടാണ് എഴുതേണ്ടത്. അവിടെ നമ്മൾ 3 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. സ്റ്റുഡൻറ്റ് S1, S2, S3. ഈ S1, S2, S3 എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താ ഒബ്ജക്റ്റ് എന്ന്, ഇൻസ്റ്റൻസ് ഓഫ് ക്ലാസ് ആണെന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ S1 എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞിട്ടുള്ള ക്ലാസ്സിനകത്തുള്ള എല്ലാ ഡാറ്റകളെയും നമുക്ക് ആക്സസ് ചെയ്യാം. അതായത് റോൾ നമ്പർ, നെയിം, റീഡ്, പ്രിൻറ്റ്, ഈ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് എന്തിൽ കിട്ടും? S1ൻ്റെ അകത്ത് കിട്ടും. അതുപോലെ S2ൻ്റെ അകത്തും ഇതേപോലെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. S3 അതിനും ഇതേപോലെ മൂന്നാമതൊരു ഒബ്ജക്റ്റായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്. അവിടെ നമ്മൾ S1.read എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ S1.read ചെയ്യുന്നത്, റീഡ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ പബ്ലിക്കിൻ്റെ അകത്ത് ഇവിടെ എഴുതിയിട്ടുള്ള റീഡ് എന്നുള്ള ഫംഗ്ഷനെയാണ് അവിടെ കോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ S1ലേക്ക് നമ്മൾ റീഡ് ഫംഗ്ഷനിലൂടെ ആക്സസ് ചെയ്യാണ് ചെയ്യുന്നത് ഡാറ്റയെ. അതുപോലെ S2.read, അത് നമുക്ക് വേണ്ട ഡാറ്റകളെ S2ലേക്കും കിട്ടി, S2 എന്ന് പറയുന്ന ഒബ്ജക്റ്റിലേക്ക് കിട്ടുന്നു. S3.read, അപ്പോൾ S3ലേക്ക് നമുക്ക് വേണ്ട ഡാറ്റകളെ നമുക്ക് എന്ത് ചെയ്യാം? ഒബ്ജക്റ്റിലേക്ക് ആക്സസ് ചെയ്യാം, S3ലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ക്ലാസ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇതുപയോഗിച്ച് വലിയ പ്രോഗ്രാമുകളൊക്കെ നമുക്ക് ചെയ്യാൻ അറിയേണ്ടതാണ്. നമ്മളിപ്പോൾ കൂടുതലായിട്ട് അതിലേക്ക് പോകുന്നില്ല. ജസ്റ്റ് നമ്മൾ ഒബ്ജക്റ്റ് എന്താണെന്നും ക്ലാസ് എന്താണെന്നും പറഞ്ഞിവിടെ നിർത്തുകയാണ് ചെയ്യുന്നത്. ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇങ്ങനെയാണ് എഴുതേണ്ടത്. ക്ലാസ്സിനൊരു പേര് കൊടുക്കുക, അതിൽ പ്രൈവറ്റ് ഫംഗ്ഷൻസും പബ്ലിക് ഫംഗ്ഷൻസും ആയിട്ട് കാര്യങ്ങൾ എഴുതുക. പ്രൈവറ്റിൻ്റെ അകത്താണ് ഡാറ്റ കൊടുക്കേണ്ടത്, പബ്ലിക്കിൻ്റെ അകത്ത് ഫംഗ്ഷൻസ് എഴുതുക. അത് കഴിഞ്ഞതിന് ശേഷം ക്ലാസ് ക്ലോസ് ചെയ്യുക, സെമിക്കോളനിട്ട് ക്ലോസ് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ക്ലാസ് ഉപയോഗിച്ചിലേക്ക് അതിൻ്റെ ഒബ്ജക്റ്റുകളായിട്ട് S1, S2, S3 എന്നുള്ള 3 ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ഒബ്ജക്റ്റിനകത്തേക്ക് ഡാറ്റ റീഡ് ചെയ്യുന്നത് റീഡ് എന്നുള്ള ഫംഗ്ഷനെ റീഡ് ചെയ്യാൻ വേണ്ടി S1.read എന്ന് കൊടുക്കുന്നു. അങ്ങനെ നമുക്ക് ആക്സസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു കാര്യത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ക്ലാസ് ആൻഡ് ഒബ്ജക്റ്റ്. അടുത്തതായിട്ട് ആക്സസ് സ്പെസിഫയേഴ്സ്. ഇതെന്താണെന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. പ്രൈവറ്റ്,
പബ്ലിക്, പ്രൊട്ടക്റ്റഡ്. നമ്മൾ ആ ക്ലാസ് എന്ന് പറയുന്ന എക്സാമ്പിളിൽ അത് കണ്ടിട്ടുള്ളതാണ്. പ്രൈവറ്റ് ഉണ്ട്, പബ്ലിക് ആയിട്ട് എഴുതാം, പ്രൊട്ടക്റ്റഡ് ആയിട്ട്. അപ്പോൾ ഓരോന്നും എന്താണെന്ന് നോക്കാം. പ്രൈവറ്റ്, ഓൺലി മെമ്പർ ഫംഗ്ഷൻ ക്യാൻ ആക്സസ്, ബൈ ഡിഫോൾട്ട് ക്ലാസ് ഈസ് പ്രൈവറ്റ്. അതായത് മെമ്പർ ഫംഗ്ഷൻസിന് മാത്രമേ പ്രൈവറ്റിൻ്റെ അകത്ത് എഴുതുന്ന ഡാറ്റകളെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതെന്താ ഉദ്ദേശിക്കുന്നത് നോക്കാം. ഇവിടെ നമ്മൾ പ്രൈവറ്റ് അതിൻ്റെ അകത്താണ് എന്തെഴുതിയിട്ടുള്ളത്, റോൾ നമ്പറും നെയിമും എഴുതിയിട്ടുള്ളത്. ഈ രണ്ട് കാര്യത്തെയും ആക്സസ് ചെയ്യാൻ ആർക്കേ സാധിക്കുള്ളൂ, റീഡ് ആൻഡ് പ്രിൻറ്റ്. ഈ രണ്ട് മെമ്പർ ഫംഗ്ഷൻസിന് മാത്രമേ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഡാറ്റ ഇൻറ്റ് റോൾ നമ്പർ ക്യാരക്ടർ നെയിം എന്ന് പറയുന്നതാണ് മെമ്പേഴ്സ്. ഈ മെമ്പർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എഴുതിയിട്ടുള്ള ഫംഗ്ഷനുകളെയാണ് മെമ്പർ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഈ മെമ്പർ ഫംഗ്ഷൻസിന് ഇതിൻ്റെ അകത്തുള്ള ഡാറ്റയെ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഡാറ്റ പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ബൈ ഡിഫോൾട്ട് ക്ലാസ് ഈസ് പ്രൈവറ്റ്. ഡിഫോൾട്ടായിട്ട് ക്ലാസ്. അടുത്തതായിട്ട് പബ്ലിക്, എനിബഡി ക്യാൻ ആക്സസ്. എന്താ എനിക്ക് മീൻ ചെയ്തിരിക്കുന്നത്, നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള പോലെ പ്രൈവറ്റിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളെ ആക്സസ് ചെയ്യാൻ ആർക്കേ പറ്റുള്ളൂ, അതിനകത്തുള്ള മെമ്പർ ഫംഗ്ഷൻസിന് മാത്രമേ പറ്റുള്ളൂ. പക്ഷേ അതിനകത്ത് എഴുതിയിട്ടുള്ള റീഡ് ആൻഡ് പ്രൈവറ്റ് എന്ന് പറയുന്ന കാര്യത്തിനെ ആക്സസ് ചെയ്യാൻ ആർക്കെല്ലാം സാധിക്കും, പുറത്തുള്ള ആർക്ക് വേണമെങ്കിലും നമുക്ക് റീഡിനെ കോൾ ചെയ്യുകയും ചെയ്യാം, അത് ഉപയോഗിക്കുകയും ചെയ്യാം. പക്ഷേ ആ മെമ്പർ ഫംഗ്ഷൻസിന് മെമ്പേഴ്സിന് ഉപയോഗിക്കണമെങ്കിൽ ആർക്ക് പറ്റുള്ളൂ, ഈ മെമ്പർ ഫംഗ്ഷൻസിന് മാത്രമേ പറ്റുള്ളൂ. അതാണ് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് എന്ന് പറയുന്നത്. ഇനി മൂന്നാമതായിട്ടുള്ളത് പ്രൊട്ടക്റ്റഡ്. മെമ്പർ ഫംഗ്ഷൻ ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് ദ ഇൻഹെറിറ്റഡ് ക്ലാസ് ക്യാൻ ആക്സസ്. ആക്സസ് സ്പെസിഫയേഴ്സ് പ്രൊട്ടക്റ്റഡ് എന്ന് പറയുന്നത് മെമ്പർ ഫംഗ്ഷൻസിനും ആക്സസ് ചെയ്യാം, അതുപോലെ ഫംഗ്ഷൻസ് ഓഫ് ദ ഇൻഹെറിറ്റഡ് ക്ലാസ് ക്യാൻ ആക്സസ്. ഇൻഹെറിറ്റൻസ് ക്ലാസ്സിൻ്റെ അകത്തുള്ള ഇൻഹെറിറ്റൻസ് എന്താണെന്ന് നമുക്ക് പഠിക്കാൻ പോകുന്നതാണ് നമ്മളിപ്പോൾ. അപ്പോൾ ഇൻഹെറിറ്റൻസ് പഠിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ആ ഇൻഹെറിറ്റഡ് ക്ലാസ് എന്താണെന്ന് പറയാം. അപ്പോൾ ആ ഇൻഹെറിറ്റഡ് ക്ലാസ്സിലുള്ള ആളുകൾക്കും അതേപോലെ മെമ്പർ ഫംഗ്ഷൻസിനുമാണ് പ്രൊട്ടക്റ്റഡിൻ്റെ അകത്ത് എഴുതുന്ന ഡാറ്റയെ ആക്സസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ആക്സസ് സ്പെസിഫയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. 3 കാര്യങ്ങളാണുള്ളത്, പ്രൈവറ്റ്, പബ്ലിക്, പ്രൊട്ടക്റ്റഡ്. അപ്പോൾ പ്രൈവറ്റിലുള്ള ഡാറ്റയെ മെമ്പർ ഫംഗ്ഷൻസിന് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. പബ്ലിക്കിൽ എനിബഡി ക്യാൻ ആക്സസ്. പ്രൊട്ടക്റ്റഡ് എന്ന് പറയുന്ന മെമ്പർ ഫംഗ്ഷൻസിനും അതേപോലെ തന്നെ ഇൻഹെറിറ്റഡ് ക്ലാസ് ക്യാൻ ആക്സസ്. ഈ 3 കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇനി ഒബ്ജക്റ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാൻ പോവുകയാണ്. ഒബ്ജക്റ്റ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ ബൈ പാസിങ് മെസ്സേജസ് പാസ് ചെയ്തിട്ടാണ് ഒബ്ജക്റ്റ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു ക്ലാസ്സിൽ നിന്ന് ക്ലാസ്സിൽ എത്ര ഒബ്ജക്റ്റ് വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. S1, S2, S3 എന്ന് പറഞ്ഞ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അതുപോലെ എത്ര ഒബ്ജക്റ്റ് വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. വിച്ച് ഈസ് സിമിലർ ടു പീപ്പിൾ പാസിങ് മെസ്സേജസ് വിത്ത് ഈച്ച് അതർ. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുക, ഇവിടെ ടീച്ചർ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്, സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. 2 ഒബ്ജക്റ്റുകൾ. അതിൻ്റെ അകത്ത് ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന മെയിനായിട്ട് നമ്മൾ ഊന്നൽ കൊടുക്കുന്ന മുഴുവൻ ഡാറ്റയുടെ സെക്യൂരിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡാറ്റ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒരു മെസ്സേജ് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മെസ്സേജ് പാസിംഗ് ഇൻവോൾവ് സ്പെസിഫൈയിങ് ദ നെയിം ഓഫ് ഒബ്ജക്റ്റ്. ആദ്യം ഒബ്ജക്റ്റിൻ്റെ നെയിം പറയണം, ദ നെയിം ഓഫ് ദ മെമ്പർ ഫംഗ്ഷൻസിൻ്റെ നെയിം പറയണം, ആൻഡ് ദ ഇൻഫോർമേഷൻ ടു ബി സെൻഡ്. അങ്ങനെയാണ് നമ്മളൊരു ഇൻഫോർമേഷൻ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് മറ്റൊരു ഒബ്ജക്റ്റിലേക്ക് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഇത് ചെയ്തതിന് ശേഷമാണ് ഒരു മെമ്പർ ഫംഗ്ഷൻസിലേക്ക് ഒരു ഒബ്ജക്റ്റിൽ നിന്ന് മറ്റൊരു ഒബ്ജക്റ്റിലേക്ക് നമ്മൾ ഡാറ്റ പാസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മെസ്സേജ് പാസ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും സെക്യൂരിറ്റിയാണ് നമ്മളിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. Object can communicate with each other by passing messages, which is similar to people passing messages with each other. This helps in building systems that simulate real life. In OOPS, calling member functions of object by passing messages. Messaging passing involves specifying the name of object, the name of the member function, and the information to be sent. ഇവിടെ നമ്മൾ ഒരു എക്സാമ്പിളാണ് കാണിച്ചിരിക്കുന്നത്. ഒരു ക്ലാസ്, അതിനകത്ത് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ടുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒന്ന് ജസ്റ്റ് അതിലൂടെ ഒന്ന് പോവാം. ഹാഷ് ഇൻക്ലൂഡ് IOStream യൂസിങ് നെയിം സ്പേസ് STD. ക്ലാസിൻ്റെ പേര് ഇവിടെ സർക്കിൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ക്ലാസ് സർക്കിൾ എടുത്തിട്ടുണ്ട്. സർക്കിളിൻ്റെ അകത്ത് പ്രൈവറ്റ് സെക്ഷനായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, R എന്നുള്ള ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഫ്ലോട്ടായിട്ട്. അതാണ് നമ്മുടെ മെമ്പറായിട്ട് പറഞ്ഞിരിക്കുന്നത്. പബ്ലിക്കിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, void get radius എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഡിസ്പ്ലേ ഏരിയ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട്. അപ്പോൾ 2 കാര്യങ്ങൾ, 2 ഫംഗ്ഷൻസ് ആണുള്ളത്. അതിനെ മെമ്പർ ഫംഗ്ഷൻസ് എന്നാണ് നമ്മൾ പറയുക അല്ലേ. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു മെമ്പറുണ്ട്, മെമ്പർ ഫംഗ്ഷൻസ് 2 ആളുണ്ട്, 2 എഴുതിയിട്ടുണ്ട്. ഇനി അവിടെ നമ്മുടെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്ത് സെമിക്കോളൻ ഇട്ടു. ക്ലാസ് കംപ്ലീഷൻ കഴിഞ്ഞിട്ട് സെമിക്കോളൻ ഇട്ടു. പിന്നീട് നമ്മൾ താഴെ എന്താ എഴുതിയിട്ടുള്ളത്, മെയിൻ ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. മെയിനകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്,
സർക്കിൾ C1 എന്നിട്ട്, അതായത് സർക്കിൾ എന്ന് പറയുന്നത് ക്ലാസ്സിൻ്റെ പേര്. ആ ക്ലാസ്സിൽ നിന്ന് ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒബ്ജക്റ്റ് ഏതാണ്? C1 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ്. ഇനി ആ C1 ഒബ്ജക്റ്റ് ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഡാറ്റയെ ആക്സസ് ചെയ്യാൻ പോകുന്നത്. C1 ഡോട്ട് ഗെറ്റ് റേഡിയസ്, ആ ഗെറ്റ് റേഡിയസ് എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്തു. C1 ഡോട്ട് ഡിസ്പ്ലേ ഏരിയ എന്ന് പറയുന്ന ഫംഗ്ഷനെ അവിടെ നിന്ന് കോൾ ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ ഡാറ്റ. അപ്പോൾ ആദ്യം നോക്കുക C1 ഡോട്ട് ഗെറ്റ് റേഡിയസ്. അപ്പോൾ ആദ്യത്തെ ഫംഗ്ഷനിലേക്കാണ് പോവുക അല്ലേ? ആദ്യത്തെ ഫംഗ്ഷനിൽ അവിടെ എന്താ? ഗെറ്റ് റേഡിയസിൻ്റെ അകത്ത് എന്താ ഉള്ളത്? C ഔട്ട് എൻ്റർ എ റേഡിയസ്. അപ്പോൾ സ്ക്രീനിൽ എൻ്റർ എ റേഡിയസ് എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു വാല്യൂ ഇൻപുട്ട് ചെയ്ത് കൊടുക്കും, റേഡിയസ് ആയിട്ടുള്ള. അപ്പോൾ 5 എന്നുള്ള വാല്യൂ ആണെങ്കിൽ 5 എന്നുള്ള റേഡിയസ് എൻ്റർ ചെയ്ത് കൊടുക്കും. അപ്പോൾ R-ൻ്റെ അകത്ത് എന്ത് വന്നു? 5 എന്നുള്ള വാല്യൂ വന്നു. ഇനി നമ്മൾ പ്രോഗ്രാം കൺട്രോൾ എങ്ങോട്ട് പോകും? C1 ഡോട്ട് ഡിസ്പ്ലേ ഏരിയ എന്ന് പറയുന്നതിലേക്ക് രണ്ടാമതും കോൾ ചെയ്തു അല്ലേ? ഡിസ്പ്ലേ ഏരിയയിലേക്ക് പോകും. അവിടെ വന്നിട്ട് എന്ത് ചെയ്യും? ഏരിയ ഈക്വൽ 3.14 ഇൻറ്റു R ഇൻറ്റു R, 3.14 ഇൻറ്റു 5 ഇൻറ്റു 5 എന്ന് കൊടുക്കും. അപ്പോൾ അങ്ങനെ കൊടുത്ത് അതിൻ്റെ ആൻസർ എന്തിൽ വരും? ഏരിയ എന്ന് പറയുന്ന ഒരു ഇതിൽ ഡിസ്പ്ലേ ചെയ്യും. നമ്മൾ സ്ക്രീനിൽ ഏരിയ ഈക്വൽ നമ്മൾ കിട്ടിയിട്ടുള്ള വാല്യൂ എത്രയാണോ ആ വാല്യൂ അവിടെ ഡിസ്പ്ലേ ചെയ്യും. ഇപ്പോൾ ഇവിടെ നമ്മൾ ഔട്ട്പുട്ടായിട്ട് 2 കൊടുത്തത്, റേഡിയസ് 2 കൊടുത്തു. അപ്പോൾ ഏരിയ എന്ത് കിട്ടി? 12.56 എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് ഒരു ക്ലാസ് ഉപയോഗിച്ചിട്ടുള്ള പ്രോഗ്രാം, C++ പ്രോഗ്രാം. അപ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. പ്രൈവറ്റ് സെക്ഷൻ ഉണ്ടെങ്കിൽ പബ്ലിക്കായിട്ട് എഴുതിയിട്ടുണ്ട്. ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. ആ ഒബ്ജക്റ്റ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഡാറ്റയും ഫങ്ഷൻസിനും ആക്സസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു കാര്യമാണ്, അതുകൊണ്ടാണ് ഇവിടെ ഡാറ്റ പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് പറയാനുള്ള റീസൺ. ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഡാറ്റയ്ക്കാണെന്ന് പറയാനുള്ള റീസൺ. ഒരു നല്ലൊരു എക്സാമ്പിളാണ്. നമുക്കൊരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്.